ഞാൻ വിചാരിക്കുന്നത് വെച്ചാല് ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കണമെങ്കിൽ ജീവിച്ചോട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്നലെയാണ് വീണ്ടും ഇവിടെ നിന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിക്കുകയാണ്, ഇങ്ങനെ നിങ്ങളുടെ മകള് അവിടെ പരിക്ക് പറ്റിയ ആശുപത്രിയിലാണ്, പെട്ടെന്ന് എത്താൻ. രാഹുലേട്ടൻ അത്ര വലിയ പാവമല്ല. പന്തീരാങ്കാവ് കേസിൽ വീണ്ടും ട്വിസ്റ്റ്. പന്തീരാങ്കാവ് കേസിൽ ഇപ്പൊ വന്നിരിക്കുന്ന ട്വിസ്റ്റ് എന്ന് പറയുന്നത് മീൻകറിക്ക് ഉപ്പില്ല പുളിയില്ല അങ്ങനെ പറഞ്ഞ് രാഹുൽ പെൺകുട്ടിയെ മർദ്ദിച്ച് ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ഇതില് ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന വഴിക്കും ആംബുലൻസിൽ വെച്ചിട്ട് യുവതിക്ക് മർദ്ദനമേറ്റു എന്നതാണ് വാസ്തവം. ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടേ രാഹുൽ ഇട്ടിട്ട് രാഹുൽ അപ്പൊ തന്നെ അപ്രത്യക്ഷനാവുകയും ചെയ്തു. പക്ഷെ ഇത്തവണ പെട്ടെന്ന് ജർമ്മനിക്ക് പറക്കാനൊന്നും പറ്റിയില്ല. അതിനു മുന്നേ പോലീസുകാർ രാഹുലിനെ പൊക്കി. അപ്പൊ ഈ പന്തീരാങ്കാവ് കേസിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. 6 മാസം മുന്നേ എറണാകുളംകാരിയായ നിമയും കോഴിക്കോടുകാരനായ രാഹുലും വിവാഹിതരായി. വിവാഹം കഴിച്ചാൽ പിന്നെ നേരെ ഭർത്താവിന്റെ വീട്ടിലേക്കാണല്ലോ. അങ്ങനെ നിമ രാഹുലിന്റെ വീട്ടിലേക്ക് താമസം മാറി. 4 ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നിമയുടെ വീട്ടുകാർ രാഹുലിന്റെ വീട്ടിൽ വന്നപ്പോൾ കണ്ടത് ദേഹം മൊത്തം മുറിപ്പാടുകളോട് കൂടിയിട്ടുള്ള മകളെയാണ് കണ്ടത്. അപ്പൊ മകൾക്ക് ഉപദ്രവം ഏറ്റിട്ടുണ്ട് എന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലായി. അപ്പൊ തന്നെ മകളെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി കേസും കൊടുത്തു. അപ്പൊ സംഭവം കേസായി എന്ന് മനസ്സിലാക്കിയ രാഹുൽ എന്ത് ചെയ്തു? അപ്പൊ തന്നെ ജർമ്മനിയിലേക്ക് മുങ്ങി. ഇതിനുശേഷം രാഹുലിന്റെ അമ്മയും സഹോദരിയും മീഡിയയ്ക്ക് മുന്നിലേക്ക് വന്നു. മീഡിയയ്ക്ക് മുന്നിലേക്ക് വന്നിട്ട് അവർ പറഞ്ഞത് എന്താണ്? നിമയ്ക്ക് 3 കാമുകന്മാരുണ്ട്, അത് രാഹുൽ കണ്ടുപിടിച്ചു. അതിനെ തുടർന്ന് ഇവര് വാക്കുതർക്കം ഉണ്ടായി. അങ്ങനെ ആണ് രാഹുൽ അടിക്കുന്നത് എന്നാണ് രാഹുലിന്റെ അമ്മയും സഹോദരിയും മീഡിയയ്ക്ക് മുന്നിലേക്ക് വന്ന് പറഞ്ഞത്. ഇതൊക്കെ കേട്ടിട്ട് പിന്നീട് നിമയ്ക്ക് അടങ്ങിയിരിക്കാനായില്ല. നിമയും മീഡിയയുടെ മുന്നിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ആ വീട്ടില് അമ്മയാണ് ഏറ്റവും വലിയ പ്രോബ്ലം, എനിക്ക് കാമുകന്മാരൊന്നുമില്ല, അവിടെ വഴക്കുണ്ടായത് സ്ത്രീധനത്തിന്റെ പേരിലാണ്. പിന്നെ രാഹുലേട്ടൻ ഭയങ്കര പൊസസീവാണ്, വാരി കൊടുത്താലേ കഴിക്കൂ, ഒരുമിച്ച് കുളിക്കൂ, അങ്ങനെ വളരെയധികം പൊസസീവാണ് എന്നാണ് നിമ പറഞ്ഞത്. രാഹുലിനെ പറ്റി അറിഞ്ഞ കഥകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം രാഹുലിന് ഒരു ലിവിംഗ് ടുഗദർ റിലേഷൻ ഉണ്ടായിരുന്നു. അത് അമ്മയ്ക്ക് താല്പര്യമില്ല, അതുകൊണ്ട് അത് വിട്ടു. അതിനുശേഷം മറ്റൊരു പെൺകുട്ടിയുമായിട്ട് എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞിരുന്നു. അതിനുശേഷം അമ്മയ്ക്ക് ഇത് താല്പര്യമില്ലാത്തത് കൊണ്ട് അതും വിട്ടു. ശേഷമാണ് നിമയെ കല്യാണം കഴിക്കുന്നത്. നിമയുടെ അവസ്ഥ എന്താണ്? ദാ ഇങ്ങനെയായി. ഈ ഒരു കേസ് വന്നപ്പം ഇത് വളരെ വലിയ രീതിയിൽ തന്നെ ജനശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിമ വന്നിട്ട് ഈ ഫാമിലിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നിമയ്ക്ക് വളരെയധികം സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു 10-25 ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോ നിമ പ്ലേറ്റ് അങ്ങ് നേരെ തിരിച്ചു വെച്ചു. രാഹുലേട്ടൻ വളരെ പാവമാണ്, എന്റെ അച്ഛനും അമ്മയൊക്കെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ കേസ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം നിമ എന്ത് ചെയ്തു? മാറ്റി പറഞ്ഞു. അങ്ങനെ കേസൊക്കെ ഒത്തുതീർപ്പായി ഏകദേശം 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഇങ്ങനെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അതിനുശേഷം നിമയുടെ അച്ഛൻ മീഡിയക്കാരോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ വിചാരിക്കുന്നത് വെച്ചാല് ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കണമെങ്കിൽ ജീവിച്ചോട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്നലെയാണ് വീണ്ടും ഇവിടെ നിന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിക്കുകയാണ്, ഇങ്ങനെ നിങ്ങളുടെ മകള് അവിടെ പരിക്ക് പറ്റിയ ആശുപത്രിയിലാണ്, പെട്ടെന്ന് എത്താൻ. അങ്ങനെയാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രി ഒരു 2 മണിക്ക് മുമ്പായിട്ട് ചെല്ലുന്നത്. അപ്പോൾ ചെന്നതിന് ശേഷമാണ് അവളുടെ CT സ്കാൻ എടുത്തത്, എക്സ്റേ എടുത്തതും ഇതെല്ലാം ചെയ്തത്. ഇത്തരത്തിൽ ക്രൂരമായിട്ട്, അതായത് ഇങ്ങനെയൊക്കെ ആക്രമിച്ചിട്ട് ആംബുലൻസിൽ കൊണ്ടുപോയിരുന്നു. അപ്പൊ ആംബുലൻസിൽ കിടത്തി ഇങ്ങനെ ബെൽറ്റ് ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണല്ലോ. അത്തരം ഒരാളെ ആംബുലൻസിൽ വെച്ച് പോലും മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ശവത്തിന്മേൽ കുത്തുന്നത് പോലെയല്ലേ ഇത്. എന്റെ മകളുടെ മൊബൈല് ഇവന്റെ കസ്റ്റഡിയിലാണ്. ഇന്നലെ രാത്രി അത് തകർത്ത് കളയുകയും ചെയ്തു. കമ്പനി വാങ്ങിച്ചു കൊടുത്ത മൊബൈലാണ്, അവനത് പൊട്ടിച്ച് തകർത്ത് കളഞ്ഞു. പിന്നെ എങ്ങനെയാണ് എന്റെ മകൾ? അല്ലെങ്കിൽ എന്റെ മകളെ വിളിക്കാറില്ല, അതുകൊണ്ടൊന്നും പറയിപ്പിക്കില്ല. ഇവളുടെ കയ്യിൽ മൊബൈലില്ല. അപ്പൊ അവൾക്ക് എന്ത് സംഭവിച്ചാലും അത് വീട്ടിലേക്ക് വിളിച്ച് പറയാൻ സാധിക്കുന്നില്ല. ചിലരെങ്ങനെയാണ്, എത്ര ദ്രോഹിച്ചാലും ദ്രോഹിച്ചവര് മുന്നിൽ വന്നൊന്ന് കരയുമ്പോൾ മനസ്സലിഞ്ഞു പോകുന്ന ചിലരുണ്ട്. എനിക്ക് തോന്നുന്നു അക്കൂട്ടത്തിലാണ് ഈ കുട്ടിയും എന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഇപ്പൊ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം കുറച്ച് കമന്റ്സ് ഉണ്ട് ഈ വാർത്തയ്ക്ക് താഴെ. അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആരും ഈ കേസ് മൈൻഡ് ചെയ്യണ്ട. ഭർത്താവിന്റെ വാക്ക് കേട്ട് അച്ഛനെ വരെ തള്ളി പറഞ്ഞ പെണ്ണാണ്, അവൾ അനുഭവിക്കട്ടെ. ഇവൾക്ക് കുറച്ചുകൂടെ കിട്ടാനുണ്ട്, പാവം രാഹുലേട്ടൻ. എന്തൊരു ശല്യമായി ഈ പെണ്ണിന്റെ കാര്യം. കൂടെ കൂടെ മാറ്റി മാറ്റി പറയും. പെൺവർഗത്തിന് തന്നെ അപമാനമാണ് ഈ സ്ത്രീ. ഒരാൾക്ക് അടികിട്ടി എന്ന് കേട്ടിട്ട് ആദ്യമായാണ് ചിരി വരുന്നത്. ഇവൾ സ്വന്തം അച്ഛനെ പ്രതിയാക്കിയ ആളാണ് ഈ രാഹുലിന് വേണ്ടി. കഷ്ടം. പാവം അച്ഛനും അമ്മയും. ഉപ്പും പുളിയും ഇല്ലാതെ പിന്നെന്ത് മീൻകറി.
നിനക്ക് ഇത് തന്നെ വേണം, എന്തായാലും നീ തള്ളിക്കളഞ്ഞിട്ടും വീട്ടുകാർ എത്തിയല്ലോ, ആവശ്യം വന്നപ്പോൾ അതാണ് അച്ഛനും അമ്മയും. അന്ന് ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തവരെല്ലാം ഇപ്പൊ തള്ളി പറയുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. കാരണം ഇപ്പൊ ഈ വാർത്ത വന്നതിന് ശേഷമുള്ള കമന്റ്സ് ആണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. അപ്പം ഇതില് അവതാരിക തന്നെ ചോദിക്കുന്നുണ്ട്, ആ കുട്ടി ഇത്രയും പഠിച്ചതല്ലേ, അതിന്റെ ഒരു പക്വതയോടെ ചിന്തിക്കണ്ടേ എന്നുള്ള രീതിയിൽ അവതാരികയും ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇനി ആ കുട്ടിയാണ് ചിന്തിക്കുന്നത്, അടി കൊണ്ട് ജീവിക്കണോ അതോ മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കണോ എന്ന്.